ജനറൽ ആശുപത്രിയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശുപത്രി. ആ ആശുപത്രിയിലും ഇന്ന് OP വിതരണം മുടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം. റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജനറൽ ആശുപത്രിയിൽ നിന്ന്. റോഷി പാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ജനറൽ ആശുപത്രിയുടെ അവസ്ഥ എന്താണ്? മെഡിക്കൽ കോളേജിൽ OP സർവീസ് ഇന്നും സേവനം ഇന്ന് മുടങ്ങും. അവിടെ രോഗികൾ ഇതറിയാതെ എത്തുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലും രോഗികൾ സമരമാണെന്നറിയാതെ എത്തുന്നുണ്ടോ ഇപ്പോൾ? അരുൺകുമാർ, തലസ്ഥാനത്ത് ഏറ്റവും തിരക്കുള്ള സർക്കാർ ആശുപത്രികളിലൊന്നാണ് ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രിയിലും സമാനമായ സാഹചര്യമാണ്. ഇവിടെ OP പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം. കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ OPയിൽ ഈ സമരം അറിയാതെ എത്തുന്നവരുണ്ട്. അവർ പലരും മടങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. അല്ലാതെ കാഷ്വാലിറ്റിയിൽ അവിടെ ഡോക്ടർമാർ പതിവ് പോലെ തന്നെ പരിശോധനയുണ്ട്. പക്ഷേ പതിവിൽ അത്ര തിരക്ക് ജനറൽ ആശുപത്രിയില്ല. 8 മണിയോടെ ഈ തിരക്കല്ല ജനറൽ ആശുപത്രിയിൽ സാധാരണ അനുഭവപ്പെടാറുള്ളത്. ഇന്ന് സമരം അറിഞ്ഞിട്ടാകാം ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ എത്തിയിട്ടില്ല. എന്നാലും എത്തുന്നവർ പലരും മടങ്ങുന്നു, ചിലരുടെ കാത്തിരിക്കുന്നുണ്ട്. പലരും പല ദൂര ദിക്കിൽ നിന്നും എത്തിയതാണ്. സ്പെഷ്യൽ ഡോക്ടർമാരെ, സ്പെഷ്യലിസ്റ്റുകളെ തന്നെ കാണണം എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ OP ദിവസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, ആ ഡോക്ടർമാരുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എത്തിയവർ ഉണ്ടാകും. ഇപ്പോൾ അവർ ചിലരൊക്കെ കാഷ്വാലിറ്റിയിൽ പ്രാഥമികമായ ചികിത്സ എന്ന നിലയിൽ കാഷ്വാലിറ്റിയിൽ പോയി അവിടെ ഡോക്ടറെ കണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ നമുക്ക് ചില രോഗികളുടെ ഇവിടെ OPയിൽ ഏത് ഡോക്ടറെ കാണാനാണ് വന്നിരുന്നത്? അവിടെ OP ഇല്ല, ഇന്ന് സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇല്ല അറിഞ്ഞില്ല. അപ്പൊ എക്കോ എടുക്കണം. അപ്പൊ എക്കോ എടുക്കും ഇന്ന്. ഇപ്പം കാഷ്വാലിറ്റി കാണിക്കാം. തൽക്കാലം ഒരു തലവേദന, അതൊന്ന് കാണിച്ചിട്ട് എക്കോ എടുത്തിട്ട് പോകും. പിന്നീട് വരേണ്ടി വരും. പിന്നീട് നാളെ ഇന്നൊരു ദിവസം വരാം. ഇന്ന് ഒറ്റയ്ക്കാണ് വന്നത്. ശരി. ഇതുപോലെ സമരം അറിയാതെ ഇവിടെ എത്തി മടങ്ങുന്ന രോഗികളുണ്ട്. അവർ OPയിൽ ഡോക്ടറില്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റിയിൽ കാണിച്ച് പിന്നീട് മറ്റൊരു ദിവസം വരാമെന്ന രീതിയിൽ മടങ്ങുന്നു. അങ്ങനെ പക്ഷേ വലിയ രീതിയിൽ തിരക്ക് ഇവിടെ ഇല്ല ഇപ്പോൾ. പക്ഷേ തിരക്ക് വരേണ്ട സമയമാകുന്നേ ഉള്ളൂ. ഏതാണ്ട് 9 മണിയൊക്കെ കഴിഞ്ഞാൽ ജനറൽ ആശുപത്രി പരിസരമാകെ രോഗികളാണ്. നിരവധി ആളുകൾ ഓരോരുത്തരായി ഇങ്ങനെ വരുന്നുണ്ട്. പല ദൂരദിക്കുകളിൽ നിന്ന് വരുന്നതാണ്. കാരണം അത്രയും മികച്ച ഡോക്ടർമാരുണ്ട് ഇവിടെ, വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. പറയാം, ഇന്നിപ്പോൾ അത്യാവശ്യ സേവനങ്ങൾക്കല്ലാതെ ആശുപത്രികളിലേക്ക് നിങ്ങൾ വരണ്ട. ഒരു സേവനവും അവിടെ ഇന്നിപ്പം അല്ലാതെ കിട്ടില്ല അല്ലേ? കാഷ്വാലിറ്റിയോ അതല്ലെങ്കിൽ എമർജൻസി ശസ്ത്രക്രിയയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആശുപത്രി സേവനം ഇന്ന് തേടാവൂ. നമുക്ക് കിട്ടുന്ന പ്രതികരണം അനുസരിച്ച് അവിടെ ഇപ്പം മഴയും പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് അല്ലേ? നേരിയ തോതിൽ തിരുവനന്തപുരത്ത് ചാറ്റൽ മഴ, രാവിലെ മുതലേ മഴയുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ OP ബ്ലോക്കാണ്, മെഡിക്കൽ OP ബ്ലോക്കാണ്. ആ ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. കാരണം ഇന്ന് OP പൂർണ്ണമായും സ്തംഭിക്കും എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയാണത്. ഡോക്ടർമാർ എത്തില്ല. പക്ഷേ കാഷ്വാലിറ്റി അവിടെ സജീവമായി തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, നഗരത്തിൽ അപകടമുണ്ടായി കഴിഞ്ഞാലൊക്കെ അല്ലെങ്കിൽ ആ തരത്തിലൊരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആദ്യം എത്തുന്നത് ഈ ജനറൽ ആശുപത്രിയിലേക്ക് തന്നെയാണ്. അതിന് ശേഷമാണ് മറ്റ് ആശുപത്രികളുടെ സേവനം ഉണ്ടാവുള്ളൂ. സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി കൂടിയാണല്ലോ. എന്തായാലും അവിടെ വരുന്ന രോഗികളുടെ പ്രതികരണങ്ങൾ കൂടി തേടുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ചാനലിന്റെ എഡിറ്റോറിയൽ പോളിസി അനുസരിച്ച് ഇന്നത്തെ ഈ സമരത്തോട് നമുക്കും പിന്തുണയാണ്. രോഗികളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രമേ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. തീർച്ചയായിട്ടും അത്തരം എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യാൻ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടാവും. പക്ഷേ നമുക്ക് മാറ്റിവെക്കാവുന്നതാണ് ഇന്നത്തെ ആശുപത്രി സന്ദർശനമെങ്കിൽ ഇന്ന് ആശുപത്രിയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോകരുത്. ആ ഡോക്ടർമാരുടെ സമരത്തിലൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് അവർ പലപ്പോഴും അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതമല്ല. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ സെമിനാർ ഹാളിൽ അർദ്ധരാത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെട്ടത്. അവരുടെ ഈ ദുരന്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അവരുടെ ഈ ദാരുണ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഡോക്ടർമാർ പണിമുടക്കുന്നത്. തീർച്ചയായും ആ പണിമുടക്കിനൊരു കാരണമുണ്ട്, ഒരു ന്യായീകരണമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും രോഗികളെ ശുശ്രൂഷിക്കുന്ന നമ്മളുടെയൊക്കെ പൊതുജനാരോഗ്യത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്ന ഈ പൊതുജനാരോഗ്യ പ്രവർത്തകരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവർക്കൊരു വിഷമം വരുമ്പോൾ ഇപ്പോൾ വന്ദനാദാസിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വന്ദനാദാസല്ല, വന്ദനാദാസിനേക്കാൾ അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി അഭയ എന്നിപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ 8:10 വീട്ടിൽ നിന്ന് ഡ്യൂട്ടിയിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങിയ ഒരു കുട്ടിയാണ് എന്ന് ഓർമ്മിക്കണം. ഇതൊരു സർക്കാർ മെഡിക്കൽ കോളേജാണ്. ക്യാപിറ്റേഷനും ഡൊണേഷൻ ഫീയും വാങ്ങി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെക്കാൾ
കൂടുതൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുകയും ഒരുപാട് പേർ ആശ്രയിക്കുകയും ചെയ്തൊരു സർക്കാർ കോളേജ്. ആ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ ഡ്യൂട്ടിക്ക് വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു പെൺകുട്ടി രാത്രി 3 മണിക്കും 5 മണിക്കും ഇടയിൽ തുടർച്ചയായ ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ആക്രമിക്കപ്പെടുക, രാവിലെ അവർ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള സന്ദേശം കിട്ടുക, പിന്നീട് വരുമ്പോൾ അതിക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുക, ഇതൊക്കെ തികച്ചും ഒഴിവാക്കപ്പെടേണ്ടത് എന്നതല്ല, വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഈ ദുരന്തത്തിൽ കൂടുതൽ പ്രതികളുണ്ട്, ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, കൂടുതൽ സുരക്ഷയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി IMA ഇന്ന് പണിമുടക്കുന്നത്. പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. 24 മണിക്കൂർ പണിമുടക്കാണ്. അതുകൊണ്ട് കേരളത്തിലും ആശുപത്രി സേവനങ്ങൾ തടസ്സപ്പെടും. രാജ്യമൊന്നാകെ IMA ഡോക്ടർമാർ പണിമുടക്കുന്നു. ഇവിടെ KGMOയുടെയും PG ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ്റെ അംഗങ്ങളുടെയും പണിമുടക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ആശുപത്രി സേവനങ്ങൾ തടസ്സപ്പെടും.